മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത 2 ഐറ്റംസ് അമ്മു കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ അടുത്ത് പോയിട്ട് അതും എടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആകെ വേജാറായിരുന്നു നമ്മുടെ ശങ്കരി കേട്ടോ. പിന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഡോർ തുറന്നപ്പോൾ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഒരു ചെറിയൊരു ഭയം രണ്ടാക്കുണ്ട് കേട്ടോ. അപ്പം പിന്നെ അവരിറങ്ങാൻ എനിക്ക് സഹായിക്കേണ്ടി വന്നു. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റില്ല, പ്രത്യേകിച്ച് ശങ്കരിക്ക് കേട്ടോ. രണ്ടുപേരെ ഇറക്കിയ ശേഷം നേരെ ഞാൻ കൂട്ടിലാണ് കയറ്റി. അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടരും കുഞ്ഞൂസും മേട്ടും ഭയങ്കര ബഹളമായിരുന്നു. മാറി മാറി പരാതിയായിരുന്നു കേട്ടോ. തീരുന്നേ ഇല്ലെൻ്റെ പൊന്നെ, ഞങ്ങളെ കൊണ്ടാതെ പോയല്ലേ എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു ആ ബഹളമൊക്കെ. എൻ്റെ സങ്കടം അതല്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടും കണ്ടില്ലേ, ഇനിയും വണ്ടി വാഷ് ചെയ്യുന്ന രീതിയിലാണ് മക്കളാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഒക്കെ കൂടി എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വെയിലത്ത് വെച്ചു. അതിനുശേഷം നേരെ ഞാൻ ഈ ഒരു മീഷോന്ന് വാങ്ങിയ ഐറ്റംസ് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ പൊട്ടിക്കുന്ന ഈ ഒരു ചെറിയൊരു അനാർക്കലി സെറ്റ് കേട്ടോ. 400 സംതിങ് റേറ്റിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. കണ്ടപ്പോൾ അത്ര വലിയ ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇട്ടപ്പോൾ കൊള്ളാമെന്ന് എനിക്ക് തോന്നി കേട്ടോ. പൊതുവേ ഞാൻ ഇത്ര ഫുൾ കൈയുള്ള കൈയും കാര്യങ്ങളൊന്നും ഇടാറില്ല, പക്ഷേ ഇട്ടപ്പോൾ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ഷാളൊക്കെ ആയിട്ട് ഇട്ടപ്പോൾ കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. പക്ഷേ ഒന്ന് ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അതേ കോലത്തെ തന്നെയാണ് ഞാനൊരു ആകാംക്ഷ കൊണ്ട് ഇത് വേഗം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഒരു സമയത്ത് ഇതിൻ്റെ ഈ ഒരു സംഭവം അങ്ങോട്ട് പോകുന്നു കേട്ടോ, ബാക്കിൽ കിട്ടുന്ന സംഭവം. ഇനിയിപ്പോൾ എന്തായാലും ഒരു സ്റ്റിച്ച് എന്തായാലും ഇടേണ്ട സാഹചര്യമാണ്. ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യുന്നില്ല, കീപ്പ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ നേരെ പൊട്ടിച്ചത് ഈ ഒരു ബോക്സ് ആയിരുന്നു കേട്ടോ. ഇത് ടോയ് ബോക്സാണ്. നിങ്ങൾക്കറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഈ വീട് നിറയെ ടോയ്സാണ്. അതുകൊണ്ട് തന്നെ ആ ടോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. സംഭവത്തിൽ സൂപ്പറാണ്. 100 സംതിങ്ങോ അത് 205 അങ്ങനെ എന്തോ റേഞ്ചിന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്, മുതലാണ് കേട്ടോ. എന്തായാലും 2 ഐറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്.